പാലക്കുന്ന് കരിപ്പോടി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അടുത്ത വർഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിലേക്കായി തിരുവക്കോളി പ്രാദേശിക മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മഞ്ഞൾ കൃഷി ആരംഭിച്ചു. മുതിയക്കാലിലെയും തിരുവക്കോളിയിലെയും 1.5 ഏക്കറിലാണ് കൃഷി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നീണ്ട 17 സംവത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 2027 ജനുവരി 22 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലാണ് പാലക്കുന്ന് കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വീണ്ടും ഒരു പെരുങ്കളിയാട്ട മഹോത്സവം വന്നെത്തുന്നത്. ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾ പ്രസാദം തയ്യാറാക്കുന്നതിനുള്ള മഞ്ഞൾ സ്വന്തം നിലയിൽ വിളയിച്ചെടുക്കുന്നതിനായാണ് മുച്ചിലോട്ട് തിരുവക്കോളി പ്രാദേശികത്തിൻ്റെ സഹകരണത്തോടെ പ്രാദേശിക മാതൃസമിതി അംഗങ്ങൾ മഞ്ഞൾ കൃഷിക്ക് തുടക്കം കുറിച്ചത്. മുതിയക്കാൽ, തിരുവക്കോളി എന്നിവിടങ്ങളിലെ 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷി. കരിപ്പോടി മുച്ചിലോട്ട് ഭഗവതിയുടെ ആചാരസ്ഥാനികൻ അരവിന്ദൻ വല്യച്ചൻ ആദ്യ വിത്തിറക്കി കൃഷിക്ക് ആരംഭം കുറിച്ചു. തിരുവക്കോളി പ്രാദേശികം പ്രസിഡന്റ് മനോജ് കരിപ്പോടി അധ്യക്ഷനായി. നമ്മൾ ഈ കാലഘട്ടത്തിന് മഞ്ഞൾ പ്രസാദം ഈ മുച്ചിലോട്ട് പെരുങ്കാലഘട്ടത്തിന് വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തിരുവക്കോളി പ്രാദേശിക സമിതിയും അതോടൊപ്പം തന്നെ പ്രാദേശികത്തിലെ മാതൃസമിതിയും എല്ലാവരും കൂടിയിട്ടാണ് ഈ മഞ്ഞൾ കൃഷി നടക്കുന്നത്. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കൃഷ്ണൻ മാസ്റ്റർ, വർക്കിംഗ് ചെയർമാൻ രഘു മാസ്റ്റർ, തിരുവക്കോളി പ്രാദേശികം സെക്രട്ടറി സുജിത്ത് മുച്ചിലോട്ട്, തിരുവക്കോളി പ്രാദേശികം മാതൃസമിതി പ്രസിഡന്റ് ശ്യാമള ശങ്കരൻ എന്നിവർ സംസാരിച്ചു. ഈ മഞ്ഞൾ പ്രസാദം നമ്മളൊരു കൃത്രിമമില്ലാതെ മഞ്ഞൾ പ്രസാദമായി ഭക്തർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയൊരു സ്ഥലത്ത് നാനാ ജാതിക്കാരുടെയും മതസ്ഥരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന മതസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ മഞ്ഞൾ കൃഷി ചെയ്തു വരുന്നത്. കൃഷി ഓഫീസർ നല്ല സഹകരണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബലത്തിലും പിന്നെ മൊത്തം കേന്ദ്ര സമിതി മാതൃസമിതി അംഗങ്ങളുടെ സഹായത്തോടു കൂടിയും അവർ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2 ക്വിൻ്റൽ മഞ്ഞളിൻ്റെ വിത്ത് ഇന്ന് നടാൻ ഉദ്ദേശിക്കുന്നത്. 17 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്ക് പെരുങ്കളിയാട്ടം കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ തിരുവക്കോളി പ്രാദേശികം എന്ന് പറയുന്നത് പിന്നെ കരിപ്പോടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രാദേശികം കൂടിയാണ്, ഏറ്റവും വലിയ പ്രാദേശികം കൂടിയാണ് നമ്മളത്. ഉദുമ കൃഷി ഓഫീസർ PV വിനീത് മുഖ്യാതിഥിയായി എത്തി. നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ ഉത്സവങ്ങളും ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി അവർക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഉത്സവത്തിനായിട്ട് അനുബന്ധിച്ച് വേണ്ട മഞ്ഞൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ലൊരു ഉദ്യമമാണ്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് വഴി കൃഷിഭവൻ വഴി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. നല്ല രീതിയിലുള്ള ഉൽപ്പാദനം ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ ഉത്സവം വിജയിപ്പിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സ്ഥാനികരായ നാരായണൻ അന്തിത്തിരിയൻ, മുരളി കോമരം, ഗോപാലൻ കോമരം, കരുണൻ കോമരം, കരുണാകരൻ കോമരം, മോഹനൻ കോമരം, രാമൻ കാർന്നോൻ, ബാലകൃഷ്ണൻ കാർന്നോൻ, കുമാരൻ നായർ, കൃഷ്ണൻകുറുപ്പ് എന്നിവർക്ക് പുറമെ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ ജഗൻ പാലക്കുന്ന്, ശാന്താ സുകുമാരൻ വലിയവളപ്പ്, രാഘവൻ, രമേശ്, മധുസൂദനൻ തുടങ്ങിയവരും സംബന്ധിച്ചു. പ്രാദേശിക മാതൃസമിതി സെക്രട്ടറി വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു. കൃഷിക്ക് ആവശ്യമായി വന്ന 250 കിലോയോളം വിത്ത് ഉദുമ കൃഷിഭവനാണ് ലഭ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.